ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. വിശുദ്ധ തിരുവെഴുത്തുകളെ ആസ്പദമാക്കിയുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 70-ൽ പരം എപ്പിസോഡുകളിൽ കർത്താവിന്റെ വിലയേറിയ ദാസൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നിങ്ങളുടെ അനേകം ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ തൃപ്തികരമായ മറുപടി തന്നു കഴിഞ്ഞു. ഇന്നും നിങ്ങളിൽ നിന്ന് വന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ മാന്യ കർത്തൃദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്, can we apply the blood of Jesus in our house doors and other places as the Israelites did in the Old Testament? If yes, how do we do it? How can we have the access to take the blood of Jesus for doing so? Is there any biblical authority to do so? പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കുഞ്ഞാടിന്റെ രക്തം കട്ടിലക്കാളിന്മേലും കുറുമ്പടിമേലും മറ്റും തളിച്ചതുപോലെ പുതിയ നിയമ വിശ്വാസികളായ നാം യേശുവിന്റെ രക്തം തളിക്കുവാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അത് എങ്ങനെയാണ്? അവർക്ക് രക്തം തളിക്കാൻ സാധിക്കുമായിരുന്നു, നമുക്ക് രക്തം തളിക്കാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ എങ്ങനെ? യെസ്, നമുക്ക് അവിടെ തുടങ്ങാം. അവർ ചെയ്തതെല്ലാം അക്ഷരീയമായിരുന്നു. അവർ രക്തം എന്ന് പറയുമ്പോൾ അക്ഷരീയത്തിൽ രക്തമുണ്ട്. അവർ മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേറ്റി മോശയോട് ചേർന്നു. അക്ഷരീയ ചെങ്കടലിൽ കൂടെ പോവുകയാണ് അവര് പെസഹ കുഞ്ഞാടിന്റെ ചുട്ട മാംസം കഴിക്കുക. അവർ ചെയ്യുന്ന എല്ലാം അക്ഷരീയമായിരുന്നു. അത് സിംബലായിരുന്നു, സിംബോളിക്കായിരുന്നു, പ്രതീകങ്ങളായിരുന്നു, നിഴലുകളായിരുന്നു. എന്തിന്റെ? വരാനുള്ളതിന്റെ. വരാനുള്ളതോ ആത്മീയമാണ്. അവരക്ഷരികമായി രക്തം കൊണ്ട് ശുദ്ധീകരിച്ച് രക്തം പുരട്ടി മുദ്ര വെച്ചു. നമ്മൾ ആത്മീയമായി ഇൻ ദ സ്പിരിച്വൽ സെൻസ് വി ക്യാൻ ഡു ദാറ്റ്. അവരക്ഷരികമായി ആദ്യം രക്തം പുരട്ടിയത് കട്ടളക്കാളിന്മേലും കുറുമ്പടിമേലും. അത് വസ്തുവാണ്. അതിൽ അവർ ഈസോപ്പ് കൊണ്ട് ഇങ്ങനെ പുരട്ടുകയായിരുന്നു. നമ്മൾ വിശ്വാസത്താൽ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി നമുക്ക് തൻ്റെ രക്തം മുഖാന്തരം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനം. ദൈവാനുകാര്യത്തിൽ നമുക്കൊരു മഹാപുരോഹിതനുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങിമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് വരിക. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അക്ഷരീയമായി നമ്മൾ കാണുന്നില്ല. ഉണ്ടോ? ഈ ഭൂമിയിൽ ഓരോരുത്തരും കൃപാസനത്തിൽ നമുക്ക് അടുത്ത് വരാൻ. യേശു തന്റെ ദേഹം വന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി എവിടാ? അക്ഷരീയമായിട്ട് കണ്ടോ? വിശ്വാസത്താൽ നമ്മൾ കാണുക അല്ലേ? തന്റെ രക്തത്തിൽ കൂടെ രക്തം മുഖാന്തരം പ്രവേശനമുണ്ട്. യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണ് യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്നെന്ന് വീടിന്റെ കതകിൽ തൊട്ട് പറയുമ്പോൾ അവിടെ രക്തത്തിന്റെ മുദ്ര വീണ് കഴിഞ്ഞു. ഒരന്ധകാര ശക്തി ആ വീടിന് നോക്കത്തില്ല. സ്കൂളിലും
കോളേജിൽ പോകുന്ന കുഞ്ഞിനെ പിടിച്ച് യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് സ്കൂളിൽ വിടുമ്പോൾ Mm. ഒരനർത്ഥവും ഭവിക്കാതെ അവൻ തിരിച്ചു വരാൻ കാരണം Yes. ഈ ചോരയുടെ മുദ്ര ഉള്ളതുകൊണ്ടാണ്. Yes. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ Mm. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിயின் വചനം ഹേതുവായും സാത്താനെ ജയിച്ചു. Mm. അവിടെ എവിടെ രക്തം ഇരിക്കുന്നത്? വിശ്വാസത്താലാണ് അല്ലേ? That's what that അവര് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും Mm. കറസ്പോണ്ടിങ് ആയ ഒരു വിശ്വാസത്തിന്റെ പ്രമാണം നമുക്കുണ്ട്. Mm. ഒരു വിശ്വാസത്തിന്റെ പ്രമാണമുണ്ട്. അതുകൊണ്ട് ഈ രക്തം കൊണ്ട് മുദ്രയിടുക. ചിലവർ കാറിന് രക്തത്തിന്റെ മുദ്രയിടാൻ പറ്റുമോ? കാറിൽ എങ്ങനെ രക്തത്താൽ മുദ്ര വയ്ക്കുന്നത്? Mm. കാറിൽ എങ്ങനെ രക്തത്താൽ Agree. മുദ്ര വയ്ക്കുന്നത്? ഒക്കെ വളരെ ബാലിശമായ ചോദ്യങ്ങളാണ്. ഉം. ഞാൻ സഞ്ചരിക്കുന്ന എല്ലാ വാഹനവും ഞാൻ യേശുവിന്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കും. Mm. അങ്ങനെ അല്ലാത്തപ്പോൾ അതിന്റെ വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. Yes. അല്ലാത്തപ്പം അതിന്റെ വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊരു യാത്ര ചെയ്യുമ്പം ഒരു ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ എനിക്കൊരു വലിയ കാര്യം ചെയ്യാനുണ്ട്. Mm. യാത്ര മുടക്കിയാൽ ഞാൻ അവിടെ എത്തത്തില്ല. അതെ. അറിയാവുന്ന സാത്താൻ എന്ത് ചെയ്യും? നോക്കി എവിടെ പറ്റുന്നത്? ആരുടെ ഒരുത്തന്റെ കാർ ഞാൻ ഓടിച്ചുകൊണ്ട് പോന്നു, Mm. അല്ല ഒരാളെനിക്ക് ഓടിക്കുന്നു. ആ കാർ ഡാമേജ് ആക്കാൻ സാത്താന് he has the right to do that. He has the capacity, ability to do that. Yes. ഇതേ സാധനം ഞാൻ യേശുവിന്റെ രക്തത്താൽ മുദ്ര വെച്ചാലോ അതെ. അടുക്കുകയല്ല. തൊടാൻ പറ്റത്തില്ല. ഇവന്റെ Mm. തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ കേൾക്കുന്ന എല്ലാ ദൈവങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ തന്നെ യേശുവിന്റെ രക്തത്താൽ മുദ്ര വെക്കണം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ യേശുവിന്റെ രക്തത്താൽ മുദ്ര വെക്കണം. ഞാൻ എൻ്റെ ഭാര്യ യേശുവിന്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ സഞ്ചരിക്കുന്ന വാഹനം യേശുവിന്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കും. എൻ്റെ ശുശ്രൂഷയെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കും. എൻ്റെ സ്റ്റുഡൻസിനെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കും. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ യേശുവിന്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കും. നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി തന്നതാണ് യേശുവിന്റെ രക്തം. അങ്ങനെ സാത്താനെ ജയിക്കാൻ നമുക്ക് പ്രമാണം തന്നിട്ടുള്ളൂ. അത് നമ്മുടെ പ്രമാണമാണ്. അതെ. So we should do it and we will do it. Yes. It's a great privilege. It is our privilege. It's our privilege. ആ പ്രിവിലേജ് നമ്മൾ എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ മുട്ടാത്തർക്കങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. അതെ. ഓക്കെ. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം. സാധാരണ നമ്മുടെ സഭകളിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്ന ഒരു ഓർഡർ. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നാണല്ലോ. ഇതിന്റെ ഒരു വിശദീകരണമാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വിശദീകരണത്തിലേക്ക് പ്രേക്ഷകൻ പോകണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെയാണോ പറഞ്ഞത്? രക്ഷിക്കപ്പെടും പെടുമെന്നാ അല്ലേ? അത് ഫ്യൂച്ചർ ടെൻസാ. അതെ. അത് പ്രസന്റ് പെർഫെക്റ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, ഫ്യൂച്ചർ ടെൻസിലാ. ദാറ്റ് മീൻസ് വിശ്വാസം, സ്നാനം എന്നൊക്കെ പറയുന്ന അൾട്ടിമേറ്റ് സാൽവേഷനിലേക്കുള്ള നമ്മുടെ വഴിയാണ്, സ്റ്റെപ്സ് ആണ്. അല്ലാതെ അതുകൊണ്ട് കാര്യം തീർന്നല്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് സഭയിൽ പറയുമ്പോഴും അതും ഈ വേർഡ്സിന്റെ മീനിങ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അല്ലല്ലോ നമ്മളെല്ലാം പറയുന്നത്. സാർ രക്ഷിക്കപ്പെട്ടതാണോ? എന്നോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുക, ബാബു രക്ഷിക്കപ്പെടും. ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല. കാരണം ആത്മാവെന്ന് ആദ്യദാനം ലഭിച്ചുള്ളൂ. ഇനി ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം പ്രാപിക്കുന്നത് വരെ ഉള്ളിൽ ഞരങ്ങിയിരിക്കുക അല്ലേ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം ഒന്നുകിൽ ഞാനിപ്പം മരിക്കണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് ഇപ്പം നടക്കണം. അതിലെടുക്കപ്പെടണം.
വന്നിട്ട് എടുക്കപ്പെടുന്നത്. ഉം. അതുവരെ എൻ്റെ രക്ഷ എന്ന പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉം. ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എങ്ങനെ ഇത് തീർന്നു പറയുന്നത്? ഉം. അപ്പം നമ്മൾ പറയുന്ന വാക്കുകളുടെ അർത്ഥം ഉം. പലപ്പോഴും പൂർണ്ണമായി ഗ്രഹിച്ചല്ല നമ്മൾ ഉം. പറയാറുള്ളത്. ഉം. ഉണ്ട് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അങ്ങനല്ല പറയേണ്ടത്. മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു എന്നാണ്. Yes. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടുന്നത് മാനസാന്തരപ്പെടുക സ്നാനപ്പെടുക എന്ന് പറയേണ്ടത്. Correct. ഓക്കെ, Okay. താങ്ക് Thank യു. you. It was a clear explanation. അടുത്ത ചോദ്യം. മത്തായി സുവിശേഷം 24 അധ്യായം 35 വാക്യത്തിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കാണുന്നു. ഉം. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം 31 വാക്യത്തിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കാണുന്നു. ഉം. സഭാപ്രസംഗി 1 അധ്യായം 4 വാക്യത്തിൽ ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. ഉം. ഈ വാക്യങ്ങളിൽ ഒരു വൈരുദ്ധ്യത കാണുന്നു. ഇതിന്റെ ഒരു വിശദീകരണം പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നു. സർഫസ് ലെവലിൽ ഒരു വൈരുദ്ധ്യം കാണുക എന്നുള്ളത് Yes. വളരെ നോർമലായ ഒരു കാര്യമാണ്. ഉം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും പറഞ്ഞ കാലഘട്ടവും പറഞ്ഞ ആളുകളും നമ്മൾ വ്യത്യാസമാണ്. ഉം. സുവിശേഷങ്ങൾ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവാണ് പറഞ്ഞത്. ഉം. കർത്താവിനൊരു കാര്യം എവിടെ വരെ കാണാം? ഉം. ടു ദ വെരി എൻഡ് അത് കാണുക. കർത്താവ് ടു ദ വെരി എൻഡ് ഓഫ് ഇറ്റ് കർത്താവ് കാണുക. Yes. Yeah. സഭാപ്രസംഗി ആ. പുള്ളിയെ പിന്നെ നമ്മൾ മുമ്പ് കുറെ പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നില്ല? ആ. അതെ 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 സഭാപ്രസംഗി ഈ വയസ്സനായി കഴിഞ്ഞപ്പോഴാണ് സഭാപ്രസംഗി എഴുതുന്നത്. എഴുതുന്നു. പിന്നെ പലതും നിരാശയാണ്. ഉം. വേറെ ഒരുപാടും കാര്യത്തിനും ഒരു കൊഹീറൻസോ ആപ്ലിക്കബിലിറ്റിയോ ഇല്ല. ഉം. 1000 പുരുഷനിൽ 1000 പേര് ഞാൻ ഒരു പുരുഷനെ കണ്ട് ഒരു സ്ത്രീയെ കണ്ട് വർത്താനം ആ. അല്ലേ? ഉം. പുള്ളി നോക്കിയപ്പോൾ ആളുകൾ ഇങ്ങനെ മരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു, ആകാശത്തിനൊരു കുഴപ്പമില്ല. ആ. പക്ഷേ അതിനെന്തെങ്കിലും മാറ്റം വരണ്ടായോ? ആ. എത്ര തലമുറ ഇങ്ങനെ വരുന്നു പോകുന്നു, ഈ ആകാശത്തിന്റെ കുഴപ്പമില്ല. ഉം. അത്രയും മനസ്സിലാക്കാനുള്ള ജ്ഞാനമേ സഭാപ്രസംഗിക്ക് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പോലെ ഇത് ഒരു ദിവസം ഒഴിഞ്ഞു പോകും, അതെ ഈ അതെ ഭൂമി ഒഴിഞ്ഞു പോകും എന്ന് ആ എൻഡ് ടൈം വരെ കാണാനുള്ള ദീർഘദൃഷ്ടി അതെ. മനുഷ്യനായ സഭാപ്രസംഗിക്കില്ല. ഉം. അല്ലേ? അതെ. He was just a normal man. അതും വയസ്സനായി ചെയ്യാവുന്ന പാപപ്രവൃത്തികളെല്ലാം ചെയ്ത് ദൈവകൃപയെ നഷ്ടപ്പെടുത്തി ഇപ്പൊ അതെ. ഏൽപ്പിച്ചു പോയി വിളിച്ച് പറയുന്നുണ്ട്. അതാണ് സഭാപ്രസംഗിയും സുവിശേഷ പുസ്തകങ്ങളും നമ്മുടെ വ്യത്യാസം. അതുകൊണ്ടാണ് സഭാപ്രസംഗം പറയുന്ന കാര്യങ്ങളൊന്നും പ്രസംഗ വിഷയമായിട്ടും ബൈബിൾ സ്റ്റഡി വിഷയമായിട്ട് എടുക്കരുതെന്ന് നമ്മൾ പറയാറുള്ളത്. Yes. Okay. ഒരു മനുഷ്യന്റെ വീക്ഷണവും ദൈവത്തിന്റെ വീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം ജ്ഞാനിയായിരുന്നു. എത്ര ജ്ഞാനിയായ മനുഷ്യനും അതിന്റെ വീക്ഷണത്തിന് ഒരു എൻഡ് ഉണ്ട്, അതിനപ്പുറം പറ്റുന്നില്ല. പരിമിതിയുണ്ട്. നമ്മുടെ Limitation. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഒരു കാര്യം കാണാൻ കഴിയുന്നിടത്തോളം വേറെ ആർക്കും കാണാൻ കഴിയത്തില്ല. അതെ, ആദിയിൽ തന്നെ അന്ത്യം. യെസ്, അന്ത്യം ആണെന്ന് കർത്താവ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം. വെളിപ്പാട് പുസ്തകം 17 അധ്യായം 5 വാക്യത്തിൽ മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ആരെ ഉദ്ദേശിച്ചാണ്? ഇസ്ലാമിനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? മർമ്മം മഹദിയാം ബാബിലോൺ ആരെ ഉദ്ദേശിച്ച എഴുതിയിരിക്കുന്നത്? അവിടെ തന്നെ പറഞ്ഞല്ലോ, അവിടെ തന്നെ മർമ്മം മഹദിയാം ബാബിലോൺ ആര്? വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് അല്ലേ? അപ്പം ഇത് രണ്ടുമെന്ന് പറഞ്ഞാൽ അതിമ്ലേച്ഛമായ പാപപ്രവൃത്തികളാണ് അല്ലേ? There will arise a kingdom that glorifies only these things. വേശ്യാവൃത്തിയും മ്ലേച്ഛതകളും അടങ്ങുന്ന പാപപ്രവൃത്തികൾ മാത്രം.
പ്രത്യേകിച്ച് സ്ത്രീകളെ പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക, അവരുടെ ഈക്വാലിറ്റി നഷ്ടപ്പെടുത്തി കളയുക, അവരെ ടോർച്ചർ ചെയ്യുക, അതൊക്കെ എന്തോ പുണ്യപ്രവൃത്തിയാണെന്ന് കാണുന്നതായ ഒരു സിസ്റ്റം, ഉം, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഉം, ഒരു കിങ്ഡം, ഒരു തോട്ട് പ്രോസസ്, ഒരു ഫിലോസഫി ഉണ്ടായി വരും ഇൻ ദി എൻഡ്. ഉം, അവപ്പം ഏൻഷ്യൻ ഗ്രീസ് എന്തിനോട് നിലനിന്ന്? ഫിലോസഫിക്ക് വേണ്ടി നിലനിന്ന്. ഉം, ഏൻഷ്യൻ ഗ്രീസ് നിലനിന്ന് ഫിലോസഫിക്ക് വേണ്ടിയാണ്. ഉം. ഇപ്പം ഗ്രേഷ്യൻ ഫിലോസഫി ലോകം മുഴുവൻ പകർത്തുന്നുള്ളതാണ് അവരുടെ ആഗ്രഹം, അതെ. അല്ലേ? ഒരു ഡിസിപ്ലിൻഡ് സൊസൈറ്റി ലോകം മുഴുവൻ ഉണ്ടാക്കും എന്നുള്ളതെന്നായിരുന്നു ആരുടെ ആഗ്രഹം? റോമൻ ചക്രവർത്തിമാരുടെ ആഗ്രഹം, ഉം, അല്ലേ? അപ്പോൾ തന്നെ ഒരു വലിയ എംപയർ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ബ്രിട്ടന്റെ ആഗ്രഹം. ഉം, അവരുടെ ബ്രിട്ടീഷ് എംപയർ ഉണ്ടാക്കിയത്, ഉം. അല്ലേ? അതെ. ഇവർക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട്. ഇതുപോലെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നിലവിൽ വരും. അവര് ഹൈലൈറ്റ് ചെയ്യുന്നത് ഉം, എന്തിനാണ്? ബ്രിട്ടൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഡിസിപ്ലിൻ. ബ്രിട്ടീഷ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഏറ്റവും വലിയ ഡിസിപ്ലിൻ ആയിരുന്നു, ഉം. അല്ലേ? ബ്രിട്ടീഷ് ടൈം സെൻസ് എന്ന് പറയുന്നത്, സെൻസ് ഓഫ് ഓണസ്റ്റി എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ അതൊക്കെയായിരുന്നു വലുത്. ഇപ്പോഴല്ല. ഉം. ഇതുപോലെ ഈ സ്ത്രീ പീഡനം, അതാ ഈ അതെ. വേശ്യമാർ എന്ന് പറയുന്നത്, ഉം, അതുപോലെ മ്ലേച്ഛതകൾ, ഇത് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ലോകമെല്ലാം എപ്പോഴും ഇതിനെ എതിർത്തിന്. ഇത് ചെയ്യുന്നവർ പോലും തെറ്റാന്ന് പറയുമായിരുന്നു. ഉം, ഇത് ചെയ്യുന്നവർ പോലും എന്ത് ചെയ്യുന്നു? തെറ്റാന്ന് പറയുമായിരുന്നു. ഉം, പക്ഷെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുക, ഉം, ഇതിനെ ഫിലോസഫിയാക്കി മാറ്റുക, ഉം, ഇതിനെന്തോ വലിയ കാര്യമാക്കി മാറ്റുക. ഉം, മനസ്സിലായി? സ്വർഗത്തിൽ പോയാൽ ഇതിനാണ് പോകുന്നത് ഉം. എന്ന് ഉള്ളൊരു ധാരണ മനസ്സിൽ വരുത്തി വെക്കുന്ന ഒരു സിസ്റ്റം ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകും. ഉം, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മിസ്റ്ററി ബാബിലോൺ എന്ന് വിളിക്കാം ഉം. എന്ന് കർത്താവ് അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി മർമ്മമായി. നമ്മൾ ആരാന്ന് കർത്താവ് പറഞ്ഞാൽ അപ്പുറം കയറി ഒരു അതെ. ഇന്റർപ്രിട്ടേഷൻ പോകേണ്ട ആവശ്യം അവിടെ ഒരിക്കലും ഇല്ല. പക്ഷെ Yes, yes. ആൾക്കാർ ഇത് ഇന്റർപ്രറ്റ് ചെയ്ത് ആപ്പാടെ നാശം ഓടാനെയൊക്കെ ഇട്ടിരിക്കുക. കർത്താവ് തന്നെ പറഞ്ഞ എന്താണ് ഇതല്ലേ? അതെ, അതെ. ഫോർ എക്സാമ്പിൾ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഒരുപാട് അച്ഛന്മാരെ ഉം, ഈ പിന്നെ ലൈംഗിക കുറ്റങ്ങൾക്ക് പിടിച്ച് സ്ഥാനത്ത് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കാതലിക് ചർച്ചിൽ ഒരുപാട് അച്ഛന്മാരെ കന്യാസ്ത്രീകളെ ഇത്തരം കുറ്റങ്ങൾ പിടിച്ചിട്ടുണ്ട്. പക്ഷെ സഭ അതിനെ ഒന്നും ന്യായീകരിക്കുന്നില്ല. ഉം, അത് ശരിയാണ് അച്ഛൻ ചെയ്തതെന്ന് പറയുന്നില്ല, ഉം. കന്യാസ്ത്രീ ചെയ്തത് ശരിയാണെന്ന് പറയുന്നില്ല, അതെ, അതെ. അല്ലേ? പക്ഷെ അത് ന്യായീകരിക്കുന്ന, അത് ശരിയാണെന്ന് പറയുന്ന, അതിൽ ദിവ്യത്വം കാണുന്ന ഒരു കമ്മ്യൂണിറ്റി. ഒരു സിസ്റ്റം ഉണ്ടാകും ഈ ലോകത്ത്. അതിനെയാണ് മിസ്റ്ററി ബാബിലോൺ എന്ന് പറയുന്നത്. That's all. Okay, thank you. താങ്ക് യു വെരി മച്ച്. അടുത്ത ചോദ്യം, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്ന് യേശു കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇത് അർത്ഥം കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സെന്റൻസ് ആണത്. ആ, അത് ഈ ഹെബ്രായ ഭാഷയുടെ പ്രത്യേകത, അവർക്ക് ഒരുപാട് ഇഡിയംസ് ഉണ്ട്. ഓക്കെ. ഒരുപാട് ഇഡിയംസ് ഉണ്ട്. ഉം, ഇനിയും ഇതുപോലെ ക്യൂബിൾസ് ഉപയോഗിക്കുന്ന ഒരു ഭാഷ ലോകത്തില്ല. ഓക്കെ. ക്യൂബിൾസ് എന്ന് പറഞ്ഞാൽ ഈ പല അർത്ഥമുള്ള വാക്കുകളുണ്ട്, ഉം. പല അർത്ഥമുള്ള വാക്കുകൾ, മൾട്ടിപ്പിൾ മീനിങ്. മൾട്ടിപ്പിൾ മീനിങ്. ഇനി ചിലത് ഒരു സ്പെല്ലിംഗ് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ പ്രൊനൗൺസിയേഷൻ ഒരുപോലാണ്. ഓക്കെ. ആ. ഹോമോഫോൺസ് ആണ്. ഉം, ഇപ്പം HEART, ഹാർട്ട്, ഉം. നമ്മുടെ ഇതിരുന്ന് അതെ. അടിക്കുന്ന HART, ഹാർട്ട് എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ്. മാൻ. അതെ, അതെ. ഉം. രണ്ട് ഹാർട്ട് എന്ന് തന്നെ ഉച്ചരിക്കരുത്. Pronunciation, yeah.
ഇപ്പം വില്യം ഷേക്സ്പിയറുടെ 12th നൈറ്റ് എന്ന നാടകത്തിൽ ഉം, നാടകം തുടങ്ങുമ്പോൾ ഒരു ഡ്യൂക്ക് ഒരു ഉം, പെങ്കൊച്ചുമായിട്ട് ലപ്പാണ്. ഉം, പുള്ളി ഇങ്ങനെ അവളെ ഓർത്ത് വേദനിച്ചിരിക്കുക. അപ്പം ജോലിക്കാരും എന്ന് പറയുന്നു, പ്രജാരും എന്ന് പറയുന്നു, ലെറ്റ്സ് ഗോ ഹണ്ടിങ്, നമുക്കൊരു ഹണ്ടിങ്ങിന് പോകാം. ഉം. ഹണ്ടിങ് വാട്ട്? ലെറ്റ്സ് ഹണ്ട് എ ഹാർട്ട്. അവരുദ്ദേശിച്ച ഒരു ഹാർട്ടിനെ ഹണ്ട് ചെയ്യുക എന്ന് പറയുന്നത് മാനിനെന്ന്. മാനെയാണ്. പുള്ളി പറയുന്നു, ഐ ഓൾറെഡി ഹണ്ടിങ് എ ഹാർട്ട്. അതെ അതെ, അത് ഹാർട്ട് എന്നുള്ള. ഇതിനെപ്പറ്റി ഈ ഡോക്ടർ ജോൺസണും പറഞ്ഞ ക്യൂബിൾ വാസ് ടു ഷേക്സ്പിയർ ദി ഫേറ്റൽ ക്ലിയോപാട്ര ഫോർ ഹും ഹി ലോസ്റ്റ് ദ വേൾഡ് ആൻഡ് ഹി വാസ് ഹാപ്പി ടു ലൂസ് ഇറ്റ് എന്ന്. അപ്പം ഒരുപാട് ക്യൂബിൾസ് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് ഹീബ്രു ലാംഗ്വേജ്. കർത്താവ് ചില സമയത്ത് ഈ ഏറ്റവും സാധാരണക്കാരാൾ ഉപയോഗിക്കുന്ന ക്യൂബിൾസ് ഉണ്ടല്ലോ, ഈ ക്യൂബിൾസ് ഉപയോഗിച്ച് സംസാരിക്കും. അപ്പൊ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. സാധാരണക്കാർ പെട്ടെന്ന് മനസ്സിലാവും. അതാ കർത്താവിന്റെ ഉദ്ദേശം. എപ്പോഴും ആരോട് സംസാരിക്കുന്നു അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാനാ. അപ്പം അത് വേറൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒക്കത്തുമില്ല. ട്രാൻസ്ലേറ്റ് ചെയ്ത് കോളമായി നാശം ഓടാനിയാവും. നമ്മൾ ഇനി അവരുടെ അടുത്ത് പോകണം, ഈ യഹൂദന്മാരുടെ അടുത്ത് പോകണം എന്തോന്ന് മനസ്സിലാക്കാൻ. അപ്പം മരിച്ചവർ എന്ന് പറയുമ്പം നമ്മളുടെ ലിറ്ററൽ സെൻസിൽ മരിച്ചു പോയവരെന്നാണ് അല്ലേ? ആത്മീയ ദൃഷ്ടിയും ദർശനവും പോയവര്, ഇതിനപ്പുറം ഒരു ജീവനുണ്ടെന്നും ഒരു ന്യായവിധി ഉണ്ടെന്നും ഒരു ദൈവം ഉണ്ടെന്നുള്ള വീക്ഷണം നഷ്ടപ്പെട്ടു പോയവർ, അവർക്ക് ഇതിനപ്പുറം ഒരു കാര്യമില്ല. അവൻ ജീവിക്കുന്നത് എന്തിനാണ്? എൻ്റെ അപ്പനെ മരിക്കുന്നുണ്ടെ കുഴിച്ചിടണം. എടാ, നിന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്തുവാ? അപ്പനും അമ്മയും ചാവുന്നില്ല, അവരെ കുഴിച്ചിടുന്ന ഒരാൾ വേണമെന്ന്. അതിനപ്പുറം ജീവിതത്തിനൊരു ദർശനമില്ല, ഒരു വിഷൻ ഇല്ല, ഒരു ഫൗണ്ടേഷൻ ഇല്ല, ഒരു ദീർഘദൃഷ്ടിയില്ല. അവൻ എന്തിനാ ജീവിക്കുന്നത്? അവൻ അപ്പനും അമ്മയും ചാവുമ്പോൾ കുഴിക്കാനിരിക്കുക. നിന്നെപ്പറ്റി ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്, നീ കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. അതിനപ്പുറം നിനക്ക് ഒരു കോളിംഗ് ദൈവം തന്നിട്ടുണ്ട്, അതിനപ്പുറം. അപ്പം ഈ മരണത്തിനപ്പുറം ഒരു ജീവനോ ഒരു പ്രത്യാശയോ അല്ലെങ്കിൽ ഒരു ഫങ്ഷനാലിറ്റിയെ പറ്റി ഒരു വിവരമില്ലാത്തവര്, അവര് തങ്ങളെ മരിച്ചവരെ കുഴിച്ചേർന്ന് ഒറ്റ ഉദ്ദേശിച്ച് ജീവിക്കാനും, അപ്പന് പ്രായമാകുമ്പോൾ കഞ്ഞി വെക്കാൻ ഒരാൾ വേണം, കാല് തിരുവി കൊടുക്കാൻ ഒരാൾ വേണം, അമ്മയ്ക്ക് വെള്ളം ചൂടായി കൊടുക്കാൻ ഒരാൾ വേണം, അതിന് പോയി എന്താ പെണ്ണ് കെട്ടിയത്? അത് അമ്മയ്ക്ക് പ്രായമായിരുന്നു, അമ്മയ്ക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ ഒരാൾ വേണം. അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വെച്ചുണ്ട്. എന്തൊരു പെണ്ണ് കെട്ടിയത്? അത് എൻ്റെ അമ്മയ്ക്ക് ഇപ്പം കഞ്ഞി വെക്കാൻ വയ്യ. ഇവന്റെയൊക്കെ കെട്ടിയോളായി പോകുന്ന പെണ്ണുങ്ങളുടെ കണ്ണുനീരും കയ്യൊന്നും നമ്മളെന്തോ മാത്രം കണ്ടിട്ടുണ്ട്. വിവാഹത്തിനപ്പുറം ഒരു പർപ്പസ് ഉണ്ടെന്ന് ഇവനറിയത്തില്ല. ഈ പല പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല, ഇവിടെ അപ്പുറത്തും കഞ്ഞി വെക്കാൻ ഇവിടെ പോകുന്ന. ഇവിടെ ഒന്നായിരുന്നു, അവിടെ ദുരിതം അല്ലേ? അപ്പം ആ ദർശനം പ്രാപിച്ചിട്ടില്ലാത്ത ആളുകൾ, അവർക്ക് മരിച്ചവരെ കുറിച്ചിട്ട് മരിച്ചവർക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, കുഞ്ഞ് നിന്നെ പറ്റി ദൈവത്തിന് അതിനപ്പുറം ഒരു പർപ്പസ് ഉണ്ട്. സോ യു ഗെറ്റ് റെഡി ഫോർ ദാറ്റ് ഓൾസോ എന്നാണ്. അല്ല അപ്പന്റെ അമ്മയും ശവസംസ്കാരത്തിന്റെ പേര് ഒന്നുമല്ല. ഭാഷയുടെ വ്യത്യാസത്തിലുള്ള പ്രയോഗങ്ങളാണ്, അവരുടെ പ്രയോഗങ്ങളാണത്. അതെ, താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, യോശുവ 22-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ ഗിലെയാദ് ദേശത്ത് രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതിഗോത്രത്തിന്റെയും അടുക്കൽ പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസിനെയും ഇസ്രായേൽ ഗോത്രങ്ങൾക്കൊത്തവണ്ണം ഓരോ പ്രഭുക്കന്മാരെയും അയച്ച് അവരോട് പറയുന്ന ഒരു വചനമാണ്: നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം എന്ത്? പെയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം നമുക്ക് പോരായോ? അത് നിമിത്തം യഹോവയുടെ സഭയ്ക്ക് ബാധയുണ്ടായിട്ടും നാം ഇന്ന് വരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ. ഇതാണ് വചനം. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്,
Why did the people say that their sins were not cleansed fully? Did God not forgive their sin? ദൈവം അവരുടെ പാപങ്ങൾ പൂർണ്ണമായി ക്ഷമിച്ചില്ലേ? എങ്കിൽ എന്തുകൊണ്ട് ക്ഷമിച്ചില്ല? ഈ ബാൽപെയോറിനോട് ചേർന്നെന്ന് പറയുമ്പം ആ ഒന്ന് വിഗ്രഹാർപ്പിതം തിന്നു എന്നുള്ളതാണ്. ഉം. വിഗ്രഹാർപ്പിതം തിന്നു എന്നുള്ളതാണ്. രണ്ട്, അവരുടെ സ്ത്രീകളുമായിട്ടും പുരുഷന്മാരുമായിട്ട് ഇടകലർന്നുള്ളതാണ്. അവിടുന്ന് കുറെ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു. ഉം. അതുങ്ങളെ അടിച്ചോടിച്ചു. ഉം. അടിച്ചോടിച്ചു. ഉം. ഇവിടുന്ന് കുറെ പെണ്ണുങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. ഉം. ഇസ്രായേലിലെ സന്തതി നഷ്ടപ്പെട്ടു പോയില്ലയോ? ഉം. നഷ്ടപ്പെട്ടു പോയില്ലേ? ഇസ്രായേലിലെ ഒരു പെങ്കൊച്ചിനെ മോവാബും അവൻ കൊണ്ടുപോയില്ലയോ? ഉം. അവരുടെ ഇടയിലാണെന്ന് പോയില്ലേ? അതെ. അല്ലേ? ആ നഷ്ടം ഉം. ഇന്ന് വരെ ഇസ്രായേലിൽ നികത്താൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ. ആ അതൊരു കുറ്റബോധമായി ഇപ്പോഴും അവശേഷിക്കുക. ഉം. അത് കണ്ട തലമുറയായി പറയുന്നത്. ഉം. ഉം. അത് കണ്ട തലമുറയായി പറയുന്നത്. പറയുന്നത്. ഉം. അവിടെ അപ്പന്മാർ നഷ്ടപ്പെട്ടവരുണ്ട്, ഉം. അമ്മമാരും സഹോദരന്മാരും സഹോദരിമാരും നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലേ? ഇതിപ്പോഴും നഷ്ടമായിട്ട് അവശേഷിക്കുക. ഉം. ദൈവം അത് ക്ഷമിച്ചില്ല എന്നും ദൈവം ഇപ്പോഴും അത് ക്ഷമിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നും അല്ല അതിൻ്റെ അർത്ഥം. അർത്ഥം. ഓക്കെ. ഓക്കെ. അത് നടന്നിട്ട് ഒരുപാട് നൂറ്റാണ്ടൊന്നും ആയില്ല. ഉം. നടന്നിട്ട് ഹാർഡ്ലി ഹൗ കുഡ് ഐ സേ 40 years ആയിട്ടില്ല. ഉം. 30 or odd years ആയിട്ടുള്ളത് സംഭവിച്ചിട്ട്. ബാൽപെയോറിന് സംഭവിച്ചിട്ട് മിസ്രൈമിൽ വരുന്ന സമയത്താണ്. നമുക്കൊരു 40 years എടുക്കാം. കമോൺ, ഉം. അത്ര പെട്ടെന്ന് നിങ്ങളിത് മറക്കുന്നത്? ഉം. നമ്മൾ അവിടെ പോയി ഒരു വലിയ സംഹാരമാണ് നമ്മുടെ ജനത്തിൽ നമുക്കിടയിൽ ഉണ്ടായത്. ഉം. കപ്പാസിറ്റി പോയില്ലേ? കാര്യം യോദ്ധാക്കളായ 3000 പേര് വീണുപോയെന്ന് പറഞ്ഞാലേ തീർന്നില്ല. ഇസ്രായേലിന്റെ സ്ഥിതി എന്തുവാ? അതെ. ഉം. എന്തോ ഒരു വലിയ സംഹാരമാണ് അത് കാരണം ഉണ്ടായത്. വലിയ ശാപമാണ് ഇസ്രായേലിന് ഉണ്ടായത്. ഉം. അപ്പം അത് നിങ്ങൾ ഇത്ര നാൾ നമുക്ക് മറക്കാനുള്ള ടൈം ആയിട്ടില്ല. ഉം. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ യോർദാൻ്റെ ഇക്കരെ കിടന്നിട്ട് ഇവിടെയുള്ള ജാതികളുമായിട്ടുള്ള നോക്കുന്നത്. ഉം. നിങ്ങൾ എന്ത് കൊടനാഴിയെ കാണിക്കുന്നത് ഉം. എന്ന് അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. ഓക്കെ. ഉം. താങ്ക് യു. അവരിലെ കുറ്റബോധം. 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 ഒരിക്കലും ഇത് കൊളരാഴ് കാണിച്ച് നമ്മുടെ എന്തോ ഒരു വലിയ പിന്നെ നഷ്ടമാണ് നമുക്ക് ഇസ്രായേലിന് സംഭവിച്ചത്. അതെ. നിങ്ങൾ വീണ്ടും ആ ഒരു ഗതികേടിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെന്ന് ചോദിക്കുന്നത്. ഉം. ഉം. Yes. അതാണ്. ഓക്കെ. താങ്ക് യു വെരി മച്ച് That's സർ. all it means. Yes. അടുത്ത ചോദ്യം. യെശയ്യാപ്രവചനം 18-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആ കാലത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതി, ആരംഭം മുതൽ ഇന്ന് വരെ ഭയങ്കരമായിരിക്കുന്ന ജാതി, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച കൊണ്ടുവരും. വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച കൊണ്ടുവരും എന്നത് ഏത് കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ജാതി ഏത് ജാതിയാണ്? The first thing is 1000 ആണ്ട് വാഴ്ച കാലം ആരംഭിക്കുമ്പോഴാണ് സിയോൻ പർവ്വതത്തിലേക്ക് ജാതികൾ നേർച്ച കാഴ്ചകളായിട്ട് വരുന്നത്. അല്ലേ? ഇനി നമുക്ക് അത് എവിടുന്നാണ്? മൃദുചർമ്മം, ഉഗ്രകായന്മാര്, ദീർഘകായം, നദികളെ ചവിട്ടിക്കളയുന്നവര്, ഇവരൊക്കെ എവിടെ താമസിക്കുന്നവരാണ്? അവര് ഈ നോർത്ത് പോളിലൊക്കെ ജീവിക്കുന്നവരാ. നോർത്ത് പോൾ ഉണ്ടല്ലോ, നോർത്ത് പോൾ. ഓക്കെ. ഓക്കെ. നോർത്ത് പോളിലൊക്കെ ജീവിക്കുന്നവരാ. ഓക്കെ. ഓക്കെ. അവിടേക്കുള്ള ആളുകളാണ് ഈ മൃദുചർമ്മികളും ചർമ്മമുള്ളവരും
ദീർഘകായന്മാർ. അതിൽ എല്ലാവരും ദീർഘകായന്മാരല്ല. എസ്കിമോകളുമുണ്ട്, ഓക്കെ. ബട്ട് ദീർഘകായന്മാരുണ്ട്. നമുക്ക് കുറെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ കാനഡ, USA, അതിൻ്റെയൊക്കെ അങ്ങേ അറ്റത്തോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയിൽ വലിയ ഉഗ്രജീവികളായ മനുഷ്യരുണ്ട്. അമേരിക്കയിൽ ഭയങ്കര ഉഗ്രന്മാരുണ്ട്. എന്തുവാ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ പേടിച്ചു പോകും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ മശിയായെ പറ്റി കേട്ടിട്ട് വരും ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് യെരുശലേം സെന്റർ ആക്കിയിട്ട് നമ്മൾ അളക്കണം. അവിടുന്ന് ഫാർദസ്റ്റ് കോർണേഴ്സ് ലോകത്തിന്റെ 4 ഭാഗത്തേക്കും പോകണം. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് എവിടെയാണ് ഈ സ്പെസിഫിക്കേഷനുള്ള ആളുകളുള്ളതെന്ന് അറിയാൻ കഴിയും. അവരും വരും. അവർക്ക് ഇതുമായിട്ടൊന്നും ബന്ധമുള്ളവരാണ്. ഏതാ ഇത് മുമ്പ് ഹർമഗദോൻ യുദ്ധം, അല്ലെങ്കിൽ ഗോഗ് യുദ്ധം, ഇപ്പം നടക്കുന്ന യുദ്ധം, ഇതുകൊണ്ടൊന്നും അവർക്ക് ബന്ധമില്ല. അതിനകത്തൊന്നും ചേർന്നിട്ടില്ലാത്തവരാണ്. പക്ഷെ അവര് വരും മശിഹായ്ക്ക് കീഴടങ്ങാൻ എന്ന യേശയ്യാ പറഞ്ഞത്. അത്ര പ്രൊനൗൺസ്ഡ് ഗ്രൂപ്പ് അല്ല. ഇപ്പം ഇന്റർനാഷണൽ അഫയേഴ്സിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളൊന്നും അല്ല അവരാരും. അധികം അറിയപ്പെടാത്ത ആളുകളാണ്. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നുള്ള സെഷനുകളിലും നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്കാവുന്നതാണ്. സെഷനുകളിൽ സർ അതിനുള്ള മറുപടി അതിന്റെ തക്ക സമയത്ത് നൽകുന്നതായിരിക്കും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വൺസ് അഗൈൻ.